encouraged by it? Does it help our spiritual growth? നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കാറുണ്ടോ? നമ്മൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ബൈബിൾ വായിക്കാറുണ്ടോ? മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? സൂപ്പർഫിഷ്യൽ അല്ല, ഇച്ചിരൂടെ ആഴത്തിൽ അത് വായിച്ച് നമുക്ക് ഗ്രഹിക്കാറുണ്ടോ? ദൈവം എന്നോട് പേഴ്സണലി സംസാരിക്കുന്നു പറഞ്ഞ് എല്ലാം അവോയ്ഡ് ചെയ്തിരിക്കാതെ വചനം വായിക്കുക, അങ്ങനെയൊക്കെ ഓരോരുത്തർ മെസ്സേജുകളൊക്കെ കേൾക്കുക. അതിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ ഹൃദയവും ഒന്ന് ഓപ്പണാക്കി കൊടുക്കണം, നമ്മുടെ ഡോറൊന്ന് ഓപ്പണാക്കി കൊടുക്കണം. ഇപ്പം കുത്തു വാക്കുകൾ പറയാതെ നമ്മൾ മനസ്സിലായ. ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ചില വചനത്തിൽ വചനം പറയുമ്പോൾ ചിലപ്പം ഇരുവാഴത്തിലുള്ള മുറിവ് കാണും. പക്ഷെ ഒരാളെ കുത്തി പ്രസംഗിക്കുക ദാറ്റ്സ് റോങ്. ബട്ട് വചനം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതുണ്ട്. പക്ഷെ ആ കേൾക്കുന്ന ആൾ മനസ്സിലായോ, അത് റോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കോംപ്ലക്സിൻ്റെ അല്ലെ അവരുടെ ഹൃദയം ഓപ്പൺ ആക്കാതെ വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ലെറ്റ് ലൈറ്റ് ഷൈൻ ത്രൂ അവർ ഹാർട്ട്സ് so that we can open the doors to receive from the Holy Spirit through the Word of God, through the church, through the other individuals, through the other families and everything. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന എന്തിനാ? സീസൺസും സയൻസും വ്യക്തികളെയും ഭവനത്തെയും അത് എന്തിനാ വെച്ചേക്കുന്നത്? നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി, സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി. അപ്പോൾ അതേപോലെ സ്റ്റാർസിനെ പറ്റി നമ്മൾ പഠിക്കാം. അതുപോലെ സയൻസ് ആൻഡ് സീസൺസ് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാസ്റ്റിംഗ് പ്രേയേഴ്സും നമ്മുടെ കാത്തിരിപ്പ് യോഗങ്ങളും ഇതൊക്കെ മടങ്ങാതെ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് അതെല്ലാം മടങ്ങാതെ ഓരോ ചർച്ചകളും നടക്കേണ്ടത് ഗ്രൂപ്പിസം പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ പേരും ചില ചർച്ചകൾ ഫാമിലി ഓൺ ചെയ്യുന്നത്, അപ്പോൾ അവർ പറയുന്നത് എവിടെ നടക്കുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് ലൈക്ക് ഇൻഡിവിജ്വൽസിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതേപോലുള്ള സയൻസും സീസൺസും യഹൂദന്മാർ കാണുന്നുണ്ടെങ്കിൽ ഓരോ സീസൺസാണ്. ഇപ്പം നമുക്ക് വന്ന് യഹൂദന്മാരെ കുറ്റം പറയുമെങ്കിലും നമുക്ക് ഓണവും വിഷുവും ക്രിസ്മസും അങ്ങനെ എല്ലാ സകല സംഭവവും നമുക്കും ഉണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അതിനെ വേണ്ടെന്ന് പറയും. പക്ഷേ ഇപ്പുറമുണ്ട് പരിച്ഛേദന വേണ്ടെന്ന് പറയും. പക്ഷേ ശിഷ്യസ്നാനം നമ്മളിലും ഉണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒത്തിരിയും കാര്യങ്ങളൊക്കെ മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് ഇതേപോലെ കാത്തിരിപ്പ് യോഗം, ബൈബിൾ സ്റ്റഡി, കൺവെൻഷൻസ് അങ്ങനത്തെയൊക്കെ അങ്ങോട്ട് വരുമ്പം ആ ജനം ഒന്ന് ഉണരും. ആ ഉടയാതെ കിടക്കുന്ന കട്ടകളെല്ലാം മുൻമഴ ആദ്യം അങ്ങോട്ട് പെയ്യും, മുൻമഴയും പിന്മഴയും അങ്ങോട്ട് പെയ്തങ്ങോട്ട് അതങ്ങോട്ട് ആ ഒരു ഗ്രോത്ത് അങ്ങോട്ട് ഉണ്ടാകട്ടെ, മനസ്സിലായി. പക്ഷേ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം, വിശുദ്ധിയും വേണം, വേർപാടും വേണം. ഇതില്ലാതെ ദൈവം പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ടു ഡു ഹിസ് വിൽ അക്കോർഡിംഗ് ടു ഹിസ് വേ, നോട്ട് അവർ വേ. നമ്മുടെ വേ അല്ല, ദൈവത്തിൻ്റെ വേ. ആ വേയിൽ നമ്മൾ അതിന് മാതൃകയായി നമുക്ക് യേശു ക്രിസ്തു എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ട് മോർ ഡു വി വാണ്ട്? അപ്പം നമ്മൾ ആ വചനം വായിച്ച് സന്തോഷിക്കുകയും ചെയ്യുക, മനസ്സിലായി. ഇതാണ് ഇതിൽ നിന്ന് ഒന്ന് ഗ്രേറ്റർ ലൈറ്റ്, അതായത് ക്രിസ്തു. 2 നമ്മുടെ സഭ. 3 സഭ. നമ്മൾ ഡാർക്ക് സമയത്ത് പോകുമ്പോഴും ഇരുട്ടാകുന്ന സമയത്ത് നമുക്കുള്ളത് ആരെയാണ്? നമുക്ക് ദൈവം തന്നിട്ടുള്ള സഭ, ഇൻഡിവിജ്വൽ വ്യക്തികൾ, വീടുകൾ, ഇതൊക്കെ. ഓക്കെ, സ്റ്റാർസ് ഓരോ ലേഖനങ്ങളും ഓരോ സുവിശേഷം ഇതുകളും ഓരോ വ്യക്തികളിൽ നിന്ന് ബിസിനസ്സും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് മനസ്സിലായി ഇതായിട്ടുള്ളത്. പിന്നെ സയൻസ് ആൻഡ് സീസൺസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഗ്രോത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എല്ലാ ഗ്രോത്തിനും റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം, എല്ലാം വേണം. അതില്ലാതെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രോത്ത് നല്ല നിലമെല്ലാം ശരിക്കും കിളച്ചു, നല്ല വിത്തിട്ടു. പക്ഷേ വിത്തിൻ്റെ കൂടെ വന്നു, കളയും വന്നു.
കള ഏതാ വിത്ത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് രണ്ടും വളരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് വളരുമ്പം നമുക്കറിയാം ഇതിലെ വിത്ത് ഏതാ കള ഏതാന്ന്. ആ വളർച്ച വരാൻ വേണ്ടി റൂൾസ് ആൻഡ് സെപ്പറേഷൻസ് വേണം. ആ റൂൾസ് ആൻഡ് സെപ്പറേഷൻസ് വയ്ക്കുന്നത് നല്ല വിത്തായിട്ട് വരും, അല്ലാത്ത എന്ത് പറ്റും, കളയായിട്ട് വരും. മനസ്സിലായി? അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പിരിച്വൽ വേ പറയുന്നത്. ദൈവം നമുക്ക് 1-ാം ദിവസം വെളിച്ചം തന്നു, 4-ാം ദിവസം അത് 2 വെളിച്ചമായിട്ട് തീർത്തു. ദൈവം നമുക്ക് വെളിച്ചമായിട്ട് എപ്പോഴും ഉണ്ട്. വെളിയിൽ നമുക്ക് വെളിയിൽ നമുക്ക് ഇതായിട്ടും ഭൂമിയിലെ ഇതായിട്ടും ഷെക്കൈന ഈസ് ഓൾവേസ് വിത്ത് അസ്, റൈറ്റ്? പിന്നെ നമുക്ക് ഗ്രേറ്റർ ലൈറ്റായിട്ടുള്ള ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും, പിന്നെ നക്ഷത്രങ്ങൾ, പിന്നെ സയൻസ് ആൻഡ് സീസൺസ്, പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഈ എല്ലാത്തിനും ഓരോ റൂൾസ് ഉണ്ട്. ഒരു ഈവനിങ്, ഒരു മോർണിംഗ്, ഒരു അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്പിരിച്വൽ ഗ്രോത്ത് മസ്റ്റ് ഹാവ്. ഓക്കെ, അതാണ് നമ്മുടെ വേ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് യഹൂദന്മാരുടെ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, നമ്മൾ ഓൾറെഡി ശ്രദ്ധിച്ചല്ലോ, അവരുടെ ടെമ്പിൾ അവർക്കുണ്ടായിരുന്നു. ദൈവം വാൺ ചെയ്തു, ബി കെയർഫുൾ, ഡോണ്ട് ഡു എനിത്തിങ്, ഇതാക്കരുത് എൻ്റെ ടെമ്പിൾ ഇതാക്കല്ലേ. ഏറ്റവും അവസാനം അവർ കള്ളന്മാരുടെ ഗുഹയാക്കരുത് എന്ന് പറഞ്ഞ് അവർ കേട്ടില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും അവസാനം ടെമ്പിൾ നഷ്ടപ്പെട്ടു. ഇപ്പം അവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം ടെമ്പിളെ വെച്ചുകൊണ്ട് തല വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുക. എന്ത് പ്രയോജനം ഉണ്ടായിരുന്നപ്പം വാണിംഗ് എല്ലാം തന്നിട്ടും വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല. അന്നേരം ഇപ്പോൾ അവർക്കുള്ള എന്തോ ആകെപ്പാടെ ഒരു ഇത് തെനാക്ക് അല്ലെങ്കിൽ തോറ ടെനാക്ക്. തോറ എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകവും, ടെനാക്ക് എന്ന് പറഞ്ഞ പ്രവചനവും വിസ്ഡം ലിറ്ററേച്ചറും എല്ലാം കൂടി വരുന്നതാണ് ടെനാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ടെനാക്ക് അവർക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോൾ ആ ടെനാക്ക് അവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർ പഠിച്ച ലെസൺ, ടെമ്പിളിൽ കൂടെ അവർ പഠിച്ച ലെസൺ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും പക്ഷേ ഒരിക്കലും ഞാനിതിങ്ങനെ പറയുമ്പം സഭയും ഇസ്രയേലും സഭയും രണ്ടായിട്ട് കാണരുത്. അവിടാണ് നമുക്ക് തെറ്റുപറ്റി. പുതിയ നിയമ ആൾക്കാർക്ക് തെറ്റുപറ്റുന്നത് ഇസ്രയേലും സഭയും രണ്ടാണ് ഉള്ള പഠിപ്പിലാണ് ഏറ്റവും. അങ്ങനെ പഠിപ്പിച്ചാൽ റോമാലേഖനത്തിൻ്റെ അകത്തെ നല്ല ലിപിനോടുകൂടി ആ ഭാഗം എടുത്ത് കളയേണ്ടി വരും. മനസ്സിലായി? കാട്ടൊലിവായിരുന്ന നമ്മളെ നാട്ടൊലിവിനോടുകൂടി ഒട്ടിച്ചു. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. അപ്പം അങ്ങനെ റൂൾസ്. പിന്നെ അവരുടെ പേട്രിയറ്റ്സിൻ്റെ ഒത്തിരി ജൂയിഷ് റൈറ്റിങ്സ് ഉണ്ട്, അതുപോലെ അവർക്ക് സീസൺസ് ഉണ്ട്. ഇതെല്ലാം അവരിപ്പോഴും അവർ എൻജോയ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരെത്രമാത്രം എൻജോയ് ചെയ്യാവും. കാരണം ദൈവം ഞങ്ങൾക്ക് തന്നതാ എന്ന് പറഞ്ഞ് അവർ എൻജോയ് ചെയ്യും. അതേപോൾക്ക് നമുക്കും അതേപോൾക്കുള്ള ഓരോ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിച്ചതെല്ലാം കൂടെ ഒന്നുകൂടെ റാപ്പ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം നമ്മളെന്താ, വലിയ വെളിച്ചം. ആദ്യം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ സെപ്പറേറ്റ് വന്നു 1-ാം ദിവസം. 4-ാം ദിവസമായപ്പം പകൽ വാഴുന്ന വെളിച്ചം വന്നു, രാത്രി വാഴുന്ന വെളിച്ചം വന്നു. പിന്നെ സ്റ്റാർസ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് എന്തോ പറ്റി, സീസൺസും സയൻസും ഡേയ്സും ഇയേഴ്സും എല്ലാം നമുക്ക് ദൈവം തന്നു. എന്തിനാ? നമ്മുടെ വളർച്ച കൗണ്ട് ചെയ്യാൻ. നമ്പർ യുവർ ഡേയ്സ്. മനസ്സിലായി? ഓരോ ദിവസവും നമ്മൾ ആ ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് സയൻസ്, സീസൺ, ഡേയ്സ് എല്ലാം നമുക്ക് തന്നു. ഓരോ ദിവസവും നമ്മുടെ ഓരോ ക്രിസ്തു ദിവസവും നമ്മൾ സന്തോഷിക്കട്ടെ. ഓക്കെ, അത് പിന്നെ എല്ലാത്തിനും ഓരോ റൂൾസ് വേണം, റെഗുലേഷൻസ് വേണം. മനസ്സിലായി? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ 4-ാം ദിവസം നമുക്ക് അവസാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നത്തെ പാലക്കാലം ഞങ്ങൾ അബ്സൻസിൽ കടന്നു വരുന്നു. അല്പസമയം ഞങ്ങൾക്ക് വചനമായിട്ട് ഷെയർ ചെയ്യാൻ ഇടയാക്കിയല്ലോ. ദൈവമേ, 4-ാം ദിവസത്തെ പറ്റി പഠിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെളിച്ചത്തെ തന്നു. പകൽ വാഴുവാനായിട്ട് സൂര്യനെയും, രാത്രി വാഴുവാൻ ചന്ദ്രനെയും, നക്ഷത്രങ്ങളെയും, ഞങ്ങൾക്ക് സീസൺസും സയൻസും തന്നു.
ഇതെല്ലാം തന്നിട്ടും ഞങ്ങൾക്ക് റൂൾസും റെഗുലേഷൻസും വെച്ചിട്ടുണ്ട്. എന്തിനാ? എല്ലാം ഞങ്ങളുടെ ദൈവനാമ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുവാനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തി കൂടെയും ദൈവത്തെ കാണുവാൻ പലരും പല രീതിയിലും പ്രയാസത്തിലും വരുമ്പം ദൈവമേ പ്രയാസത്തിലും സങ്കടത്തിലും ദൈവമേ അപ്പച്ചൻ്റെ സന്നിധിയിൽ അല്പസമയം ആശ്വാസം കിട്ടാൻ വരും. പലപ്പോഴും പലരും നിരാശയായിട്ട് മടങ്ങി പോകാറുള്ളതായിട്ട് അനുഭവത്തിലുണ്ട്. ദൈവമേ അതൊന്നും അങ്ങനെ വരാതെ ദൈവമേ ശൂന്യം കാറ്റിയെപ്പോലെ ദൈവമേ ആ വെളിയിൽ പണി ചെയ്ത് ഫോഴ്സ് ചെയ്ത് പണി ചെയ്ത് കറുത്തു പോകാതെ ദൈവമേ തൻ്റെ കാന്തം വരുമ്പം ദൈവമേ കറുത്തതായി കാണാതെ അല്ലെങ്കിൽ ശോഭയില്ലാത്തതായി കാണാതിരിക്കാൻ അവളുടെ ബ്യൂട്ടി എന്നും അവൾ വർദ്ധിപ്പിച്ച് ദൈവമേ കാന്തന് വേണ്ടി ഉള്ള കാന്തയോട് വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വചനം അനേക പേർക്ക് അനുഗ്രഹപ്രദമായി തീരുമാനിക്കണമേ. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനാക്കണമേ. ദൈവനാമ മാത്രത്തിനും പുകഴ്ചയ്ക്കുമായി തീരുമാനിക്കണമേ. യേശു മനസ്സിലാക്കണം. യേശു തന്നെ. ആമേൻ.